ഒരു പെൺകുട്ടി ഇവിടെ UAE മരിച്ചിട്ട് ദിവസങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ, അതിനുള്ളിൽ ഇതാ വീണ്ടും ഒരു മരണം, ആത്മഹത്യ എന്ന് പറയുന്നു. പക്ഷേ അറിയില്ല എന്താണ് ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്ക് മുന്നിലുണ്ടാകുന്ന പ്രശ്നങ്ങളെ നേരിടാൻ ധൈര്യമില്ലാതായി പോകുന്നതാണോ, അതൊരു ട്രോമ ബോണ്ടിങ് ആണോ, അതോ നമുക്ക് സപ്പോർട്ട് തരാനും നമ്മളെ ചേർത്ത് പിടിക്കാനും നമ്മൾ പറയുന്നത് കേൾക്കാനും ആരും ഇല്ലാണ്ടായി പോകുന്നതാണോ, എന്താണ് ശരിക്കും ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്, എന്താണ് പെൺകുട്ടികൾ ഫേസ് ചെയ്യുന്ന പ്രശ്നം? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയാം, ഇവിടുത്തെ കേസ് ഞാൻ പറയുവാണെങ്കിൽ ഈ ആത്മഹത്യ ചെയ്യാൻ നമ്മൾ കാണിക്കുന്നതിൻ്റെ 10-1 ധൈര്യം മതി നമുക്ക് ഫോൺ എടുത്തിട്ട് ഇവിടുത്തെ പോലീസിനെ ഒന്ന് വിളിക്കാം. നാട്ടിലെ പോലെയല്ല ഇവിടുത്തെ പോലീസിൻ്റെ കാര്യം, നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. പിന്നെ അവനൊന്നും പുറം ലോകം കാണാൻ പോകുന്നില്ല. ഇത്രയും നമ്മളെ ഉപദ്രവിക്കുന്ന സ്ത്രീകളെ, അതായത് സ്ത്രീകളെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു രാജ്യം, അവിടെ ഇത്രയും അബ്യൂസീവ് റിലേഷൻഷിപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് നമ്മൾ പോലീസിനെ അറിയിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവനൊന്നും പുറം ലോകം കാണത്തില്ല. അപ്പോൾ ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനം എടുക്കുന്ന ആ മൊമെൻറ്റിൽ നമ്മൾ കാണിക്കുന്ന ധൈര്യം, ഞാൻ സത്യം പറയാം, അതായത് ജീവിക്കാൻ നമ്മൾ കാണിക്കുന്നതിൻ്റെ 10 മടങ്ങ് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആത്മഹത്യ ചെയ്യാനുള്ള ആത്മഹത്യ ചെയ്യണമെന്ന് നമുക്ക് തോന്നും, പല മൊമെൻറ്റിലും തോന്നും. പക്ഷേ ആ ഒരു സ്റ്റേജ്, അത് അങ്ങനെ ചെയ്യാൻ പോകുന്ന ആ ഒരു മൊമെൻറ്റിൽ അത് എക്സിക്യൂട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ധൈര്യം വേണം. ആൻഡ് അത് നിങ്ങൾ കാണിക്കുന്നുണ്ടെങ്കിൽ, അതാ ഞാൻ പറയുന്നത്, ആ ധൈര്യത്തിൻ്റെ 10-1 പോലും വേണ്ട, ഫോൺ എടുത്തിട്ട് ഇവിടുത്തെ പോലീസിന് ഇൻഫോം ചെയ്യും. ശരി, നിങ്ങളുടെ ഫോണിൽ ചിലപ്പോൾ ബാലൻസ് ഉണ്ടാകത്തില്ല, വൈ കാണ്ട് യു ഇൻഫോം? നമുക്ക് വാട്സപ്പിൽ എപ്പോഴും നെറ്റ് അവൈലബിൾ ആയിരിക്കുമല്ലോ, നമ്മൾ ഫാമിലി ആയിട്ട് കോൺടാക്റ്റ് എല്ലാം ഉള്ളതല്ലേ. വേണ്ടപ്പെട്ടവരെ അറിയിച്ചിട്ട് ഇൻഫോം ചെയ്യാൻ പറയാമല്ലോ, അല്ലെങ്കിൽ നാട്ടിലെ പോലീസിനെ ഇൻഫോം ചെയ്യാമല്ലോ. പല രീതിയിൽ നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഞാൻ ഈ 2 കേസും നമ്മൾ എടുത്തു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഞാൻ ന്യൂസ് ഫോളോ ചെയ്ത് വെച്ചിട്ട് പറയുവാണെങ്കിൽ എനിക്ക് തോന്നുന്നു 2 രീതിയിലുള്ള കേസുകളാണ്. ആദ്യം നടന്നത് അമ്മയും കുഞ്ഞും കൂടി ആത്മഹത്യ ചെയ്യുന്നു, സ്ത്രീധന പീഡനം, ഇതൊക്കെ. ആൻഡ് സെക്കൻഡ് കേസിൽ അതുല്യൻ്റെ കേസ് പറയുകയാണെങ്കിൽ ഓണസ്റ്റ്ലി സെയിങ് അതൊരു ആത്മഹത്യയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല, ഒരിക്കലും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം നിങ്ങൾ തന്നെ ഒന്ന് ആലോചിക്കുക, ഒരു 10 വർഷത്തോളം ഇത്രയും സൈക്കോ ആയിട്ടുള്ള, ഇത്രയും അബ്യൂസീവ് ആയിട്ടുള്ള ഒരു മനുഷ്യനോടൊപ്പം ജീവിച്ച ഒരു പെൺകുട്ടിയാണ് അതുല്യ എന്ന് പറയുന്നത്. ആൻഡ് ഫാമിലിയൊക്കെ സപ്പോർട്ടാണ്, നീ തിരിച്ചു വരൂ, ഞങ്ങളെ കൂടെ നിൽക്കൂ, നീ തിരിച്ചു പോണ്ട എന്ന് പറയുന്ന ഫാമിലി കൂടെയുണ്ട്. അങ്ങനെ എന്നിട്ട് പോലും പുള്ളിക്കാരി ഇല്ല, ഞാൻ എൻ്റെ കുഞ്ഞിന് വേണ്ടി അവൻ എനിക്ക് ഫുഡ് തരുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ പഠിപ്പിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പുള്ളിൻ്റെ കൂടെ നിൽക്കുകയാണ്, ഈ റിലേഷൻഷിപ്പിൽ നിൽക്കുകയാണ്. പിന്നെ മരിക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുന്നേ സഹോദരിയായിട്ട് കൂട്ടുകാരികളൊക്കെ സംസാരിച്ചിട്ടുമുണ്ട്. ആൻഡ് ആ സമയത്തൊക്കെ ഹാപ്പി ആയിട്ടിരുന്ന ഒരാൾ, ഐ ഡോണ്ട് തിങ്ക് അങ്ങനെ ഇത്രയും വർഷം ഇത് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾ പെട്ടെന്നൊരു മൊമെൻറ്റിൽ തൻ്റെ ഈ പറഞ്ഞ മകളെയും മറന്നിട്ട് അങ്ങനെ ഒരു ആത്മഹത്യ ചെയ്യുമെന്ന് തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നില്ല. സോ ഡെഫിനറ്റ്ലി ഞാനത് ആത്മഹത്യയാണെന്ന് വിശ്വസിക്കുന്നില്ല. എന്നാലും നമുക്കൊന്ന് നോക്കാം, എവിടെയാണ് നമുക്ക് എല്ലാവർക്കും തെറ്റ് പറ്റുന്നത്, എന്ത് തെറ്റാണ് നമ്മൾ ചെയ്തു പോകുന്നത്. എൻ്റെ ഒരു തോട്ട് പ്രോസസ്സിലൂടെ എൻ്റെ മൈൻഡിൽ വരുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം ഒരു കേസ് പറയാം. എപ്പോഴും ഇതിൽ ഒരു പെർസെൻറ്റേജ് പോകുന്നത് ഈ പെൺകുട്ടികളുടെ ഫാമിലിക്ക് തന്നെയാണ്. അതായത് നമ്മൾ ലക്ഷങ്ങളും കോടികളും മുടക്കി നമ്മൾ ഒരു വിവാഹം നടത്തുന്നു, സെലിബ്രേറ്റ് ചെയ്ത് വിവാഹം നടത്തും, ആഡംബരമായിട്ട് തന്നെ, ഒരാവശ്യമില്ല എന്നാലും നടത്തുന്നു. ഇത്രയും കല്യാണ സാരിക്ക് 25,000, അതിൻ്റെ ബ്ലൗസിന് മാത്രം 35,000, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് ആവശ്യമില്ലാതെ പൈസയും ചിലവാക്കി കുറ്റം പറയാൻ വേണ്ടിയിട്ട് കുറേ പേരെ വിളിച്ച് വരുത്തി ഫുഡും കൊടുത്ത് ഇതെല്ലാം ചെയ്ത് നമ്മൾ വിവാഹം നടത്തുന്നു. അതിനുശേഷം എന്തെങ്കിലും പ്രശ്നം ആ വിവാഹത്തിൽ വന്നു, നമ്മുടെ പെൺകുട്ടികൾ നമ്മളോട് വന്ന് സംസാരിക്കുമ്പോൾ അത് നോർമലായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മൾ ഏത് മിക്ക മനുഷ്യന്മാരും, അല്ലാത്തവരുണ്ടായിരിക്കാം എനിക്കറിയില്ല, മിക്ക മനുഷ്യന്മാരും നമ്മളടുത്ത് ഒരാളൊരു കാര്യം വന്ന് പറയുമ്പോൾ അത് ഡയറക്റ്റ്ലി ഒരു ഇൻഡയറക്റ്റ്ലി നമ്മളെയും കൂടി അഫക്റ്റ് ചെയ്യുന്നൊരു കേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടുതലും ഒരു വെയിറ്റേജ് കൊടുക്കുന്ന നമുക്കത് കാരണം ഉണ്ടാവുന്ന എഫക്റ്റിലായിരിക്കും. അതൊരു ഹ്യൂമൻ സൈക്കോളജി ആയിട്ട് ഞാൻ പറയുന്നു. അപ്പോൾ ഇങ്ങനെ നമ്മുടെ കുഞ്ഞുങ്ങൾ വന്ന് ഇതുപോലെ നമ്മളോട് സംസാരിക്കുമ്പോൾ
പാരൻസ് എന്താണ് ചിന്തിക്കുന്നത്? എൻ്റെ മൈ ഗാഡ്, അതായത് ഇത്രയും ഞാൻ ചിലവാക്കി വിവാഹം കഴിപ്പിച്ച് വിട്ടു, ഇവളിനി തിരിച്ച് വന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവൾ ഭാവിയിൽ എങ്ങനെ ജീവിക്കും, ഇവൾക്ക് ഇനിയൊരു വിവാഹം ഉണ്ടാവുമോ? അത് സെക്കൻഡറി ആണ് കേട്ടോ. ഫസ്റ്റ് ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് എൻ്റെ കുടുംബക്കാരെന്ത് പറയും, നാട്ടുകാരെന്ത് പറയും, ഇതാണ് ഫസ്റ്റ് വരുന്നത്. എന്ത് പറയും, ബാക്കിയുള്ളവരെന്ത് പറയും? നമ്മൾ ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാനല്ല ജീവിക്കുന്നത്. നമ്മൾ ഓരോരുത്തരും ഈ കുറ്റം പറയാൻ നിൽക്കുന്നവരാണെങ്കിൽ പോലും എല്ലാവരും അവരവർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. സോ അതിനെക്കുറിച്ച് ബോധർ ചെയ്യാൻ നിൽക്കേണ്ട കാര്യമേ ഇല്ല. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഒരു പരിധി കൂടുതൽ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ബുദ്ധിമുട്ടുന്നുണ്ടെന്ന് നിങ്ങളെ ജെനുവിൻലി മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ ധൈര്യം അതാണ് വേണ്ടത്. അതായത് തിരിച്ച് വാ, നിനക്ക് ഞങ്ങളെ കൂടെ നിൽക്കാം, ഇവിടെ വന്ന് നിൽക്ക് എന്ന് പറയാനുള്ള ധൈര്യം പാരൻസ് കാണിക്കണം. എത്ര കേസുകളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര പെൺകുട്ടികളാണ് വിക്ടിംസ് ആയിക്കൊണ്ടിരിക്കുന്നത്. പറയാൻ ആളില്ലാതെ, കേൾക്കാനാല, ചേർത്ത് പിടിക്കാൻ ആളില്ലാണ്ട് ആത്മഹത്യ ചെയ്യുന്ന എത്ര പെൺകുട്ടികളാണുള്ളത്. ഒരു കൈ കൊടുക്കുക, കുഴപ്പമില്ല, നമുക്ക് നോക്കാം, നീ വാ എന്ന് പറയാൻ ധൈര്യം കാണിക്കുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. പിന്നെ സെക്കൻഡറി ആയിട്ട് പറയുന്നത് എപ്പോഴും പാരൻസിനെ മാത്രം പറയുന്നില്ല. ഇപ്പോൾ ഈ പെർട്ടിക്കുലർ കേസ്, അതുല്യയുടെ കേസ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ പാരൻസ് ഫുൾ സപ്പോർട്ടാണ്. നീ വന്ന് നിൽക്കുക എന്ന് തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നീ വാ, മതിയാക്കി വാ, ആ റിലേഷൻഷിപ്പ് വേണ്ട എന്ന് പറഞ്ഞ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ തന്നെയാണ് ഉള്ളത്. എന്നിട്ടും അവിടെ എന്തുകൊണ്ട് ഇത് സംഭവിച്ചു? ആൻഡ് അവിടെ ഞാൻ പറയുന്നത് ഇറ്റ്സ് എ കൈൻഡ് ഓഫ് എ ട്രോമ ബോണ്ടിങ്. അവരുടെ ഇത് പ്രണയ വിവാഹമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആൻഡ് വിവാഹം കഴിച്ചു. ഇനി പ്രണയ വിവാഹത്തിൽ വേറൊരു കുഴപ്പമുണ്ട്. പ്രണയ വിവാഹം ആകുമ്പോഴത്തേക്ക് കല്യാണം കഴിച്ച് പോകുമ്പോൾ പാരൻസ് ആദ്യം പറയുന്ന ഒരു കാര്യമുണ്ട്, നീ കല്യാണം കഴിച്ചോളൂ, കാരണം നീയാണ് ഇത് തീരുമാനിച്ച് ചൂസ് ചെയ്തത്, ഇവനെ ചൂസ് ചെയ്തത്. ഇനി ഇതിലെന്ത് പ്രശ്നം വന്നാലും നീ ഒറ്റയ്ക്ക് ഫേസ് ചെയ്തോളണം, ഞങ്ങൾ ആരും ഉണ്ടാവില്ല. ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. അത് അങ്ങനെ പറയുന്നതിൻ്റെ കാര്യം മനസ്സിലാവുന്നില്ല. അതായത് നിങ്ങളായിട്ട് കണ്ടുപിടിച്ച് ഒരുത്തനെ കൊണ്ടു തന്നിട്ട് അവൻ നമ്മൾ ചവിട്ടിക്കൂട്ടി ഉപ്പിലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യാം, നമുക്ക് തിരിച്ച് വരാം. പക്ഷെ നമ്മളായിട്ട് കണ്ടുപിടിച്ച് വരുന്നതിൻ്റെ ഇഷ്യൂസും ഞങ്ങൾ തന്നെ ഫേസ് ചെയ്യണമെന്ന് അപ്പം അത്രേ ഉള്ളൂ. നിങ്ങൾ വളർത്തി വലുതാക്കി കൊണ്ടുവന്ന പെൺകുട്ടികൾക്ക് അത്രേ ഉള്ളൂ വാല്യൂ. ഈ ട്രോമ ബോണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അബ്യൂസ് ചെയ്യുന്ന ഒരു വ്യക്തി നമ്മളെ കണ്ടിന്യൂസ്ലി ഒരാൾ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ആ അബ്യൂസ് ചെയ്യുന്ന ആളും ഇരയും അതിനിരയായിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയും തമ്മിൽ ഒരു സ്ട്രോങ് ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുന്നതിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. അതായത് അയാൾ ഉപദ്രവിക്കും, നമ്മളെ ഉപദ്രവിക്കുക മെൻ്റലി, അത് എപ്പോഴും ഫിസിക്കലി തന്നെ ആവണമെന്നില്ല, അതൊരിക്കലും ഇല്ല. ഇമോഷണലി ആണെങ്കിൽ പോലും നമ്മളെ വേർബലി ആണെങ്കിലും നമ്മളെ അബ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ദ നെക്സ്റ്റ് ഡേ ഓർ ആഫ്റ്റർ ഫ്യൂ അവേഴ്സ് ഹീസ് ലൈക്ക്, ഓ എൻ്റെ ചക്കരയല്ലേ, എൻ്റെ മുത്തല്ലേ എന്നൊക്കെ പറയുന്നു, ഒരു ഉമ്മൊക്കെ കൊടുക്കുന്നു. അയ്യോ എൻ്റെ ചേട്ടൻ, എൻ്റെ എൻ്റെ ചേട്ടൻ, ആ ഒരു അതിലങ്ങ് അലിഞ്ഞില്ലാണ്ടാവുന്നു. അപ്പോൾ അതുവരെ നമ്മൾ ഈ ഉപദ്രവിച്ച് ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നതും മെൻ്റലി അബ്യൂസ് ചെയ്യുന്നതും ഒക്കെ ഏകദേശം ഒരുപോലെ തന്നെയാണ്. സഫർ ചെയ്യുന്നത് ദ ലേഡി. ആൻഡ് ചില കേസിൽ കുഞ്ഞുങ്ങളും ഉണ്ട്, കുഞ്ഞുങ്ങളത് വിറ്റ്നസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾ ഭാവിയിൽ എന്തിൽ കൂടെ കടന്നു പോകുമെന്നറിയാവോ? എന്തുമാത്രം ഇമോഷണൽ ഇംബാലൻസ് ആ കുട്ടികൾക്ക് വലുതാവുമ്പോൾ എന്തൊക്കെയുണ്ടാവും എന്ന് പറയാം. അങ്ങനെ ഇതിൽ കൂടെ വളർന്നു വരുന്ന കുട്ടികളാണ് പലതരത്തിലുള്ള മെൻ്റൽ ഇഷ്യൂസ് വലുതാവുമ്പോൾ, ഈ ഡിപ്രഷൻ പോലെയും ആങ്സൈറ്റി, അങ്ങനെ പിന്നെ കുറേ ഉൾവലിഞ്ഞു പോകുന്നത്, ഇങ്ങനെയൊക്കെ ഉണ്ടാവുന്നത് കൂടുതലും ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പോൾ നിങ്ങൾ മാത്രമല്ല, നിങ്ങൾ കൂടെ വളർന്നു വരുന്ന കുഞ്ഞുങ്ങളും ഇതിൽ വിക്റ്റിമായിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റണം. നിങ്ങൾക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറം ഒരു വ്യക്തി ഫിസിക്കലി ഓർ ഇമോഷണലി നിങ്ങൾ ഹരാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ യു ഷുഡ് ഷോ ദ കറേജ് ടു ബ്രേക്ക് ദ റിലേഷൻഷിപ്പ് ആൻഡ് കം ഔട്ട് ഓഫ് ഇറ്റ്. നാട്ടിൽ ജീവിച്ചു പോകാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലിയൊക്കെ കിട്ടും. ജീവിച്ചു പോകാനുള്ള ജോലിയൊക്കെ എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ കിട്ടും. പിന്നെ ലക്ഷങ്ങളും കോടികളും ഒന്നും സാലറി എല്ലാവർക്കും കിട്ടണമെന്നില്ല. ചിലപ്പോൾ സാലറിയൊക്കെ ചിലപ്പം വളരെ കുറവ്, നിങ്ങളുടെ എഡ്യൂക്കേഷനെ ബേസ് ചെയ്ത് ഞാൻ പറയാം. നല്ല വെൽ എഡ്യൂക്കേറ്റഡ് ആണെങ്കിൽ മോശമല്ലാത്ത സാലറി കിട്ടും.
പിന്നെ ഫ്രഷേഴ്സിനും എന്താണ് നല്ല രീതിയിൽ നോർമൽ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു ഗെറ്റ് എ ഹൈലി പേയിങ് ജോബ്. അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ എന്നാലും ആ സാലറിയിൽ ജീവിച്ച് പോകാൻ പറ്റുമെന്നാണ് ഞാൻ പറയുന്നത്. ലക്ഷറി ലൈഫ് നിങ്ങൾക്ക് കിട്ടില്ല. പക്ഷെ നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കൂ, ഏതാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? സമാധാനവും സന്തോഷമാണോ നിങ്ങൾക്ക് വേണ്ടത്? അത് ദിവസവും ഉരുകി ചത്തില്ലാണ്ടാകണം എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? നിങ്ങൾക്ക് എന്താ വേണ്ടത്? ഡിസൈഡ് ചെയ്യേണ്ടത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തി തന്നെയാണ്. എനിക്ക് ഒന്നേ പറയാനുള്ളൂ, ഒരിക്കലും ഒരുത്തനെയും നമുക്ക് നേരെ കൈയോങ്ങാൻ അനുവദിക്കരുത്. എന്തൊക്കെ പറഞ്ഞാലും നമ്മുടെ പാരൻസ് എന്ന് പറയുന്നത് നമ്മൾ ജനിച്ച ആ മൊമെൻറ്റ് മുതൽ നമ്മളെ ഇപ്പോൾ ഇത്ര വയസ്സായിട്ട്, ഞാൻ പറയാം എൻ്റെ അമ്മയുടെ കേസ് പറയാം, ഇത്ര വയസ്സ്, എനിക്ക് 35 വയസ്സ്, ഇതുവരെയും ഞാനൊരു കിഡ് തന്നെയാണ് എൻ്റെ അമ്മയ്ക്ക്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്യുന്നതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര ടെൻഷനുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്കൊരു കുഞ്ഞായി, നമ്മളെ കുഞ്ഞു ഇത്ര വലുതായാലും നമ്മുടെ അമ്മമാർക്ക് നമ്മളെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ആൻഡ് അത്രയും പാമ്പർ ചെയ്തും ഒന്ന് ആലോചിച്ച് നോക്കാം, നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടായിരിക്കും നമ്മളെ പാരൻസ് നമ്മളെ വളർത്തിയിട്ടുണ്ടാവുക. അങ്ങനെ വളർത്തിക്കൊണ്ട് വന്ന് ഇത്രയും വലുതാക്കി നമ്മളെ ഒരു സ്റ്റേജിൽ എത്തിച്ചിട്ട് ഏതെങ്കിലും ഒരുത്തൻ നമുക്ക് നേരെ കാണിച്ച് കൂട്ടുന്ന വൃത്തികേട് കാരണം നമ്മുടെ ലൈഫ് ഇല്ലാണ്ടാക്കേണ്ട കാരണമുണ്ടോ? നമുക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് പറയുമ്പോൾ പാരൻസ് കൂടുതലും, കാരണം നമ്മുടെ നാട്ടിൽ സൂചി കയറ്റാൻ ഇടം കൊടുത്തു കഴിഞ്ഞാൽ തൂമ്പ കയറ്റുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ സപ്പോർട്ട്, ചിലപ്പോൾ ചെറിയ ഇഷ്യൂസ് ആയിരിക്കും, ഞാൻ സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൾ ചിലപ്പം പറഞ്ഞ് തീർക്കാവുന്ന പ്രശ്നമായിരിക്കും, അവൾ എല്ലാം നിർത്തിയിട്ട് തിരിച്ച് വന്നാലോ എന്ന് ചിന്തിച്ചിട്ട് പാരൻസ് ചിലപ്പോൾ ഇല്ലടാ കുഴപ്പമില്ലടാ നീ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എല്ലായിടത്തും ഉള്ളത് തന്നെ ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട്, പാരൻസ് ഉണ്ട്. പക്ഷേ നമ്മൾ എന്തിൽ കൂടെ കടന്നു പോകുന്നതെന്ന് നമുക്കേ അറിയുള്ളൂ. ഇപ്പം നിങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാവുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ദാറ്റ് റിലേഷൻഷിപ്പ് ആൻഡ് ഗോ ബാക്ക് ടു യുവർ പാരൻസ്. അവർ ചിലപ്പോൾ പറയും തിരിച്ചു പോ വേണ്ട അത് ഇത്, കാരണം അവർക്കറിയില്ല നമ്മൾ എന്തിൽ കൂടെ പോകണമെന്ന് വരാം. നിങ്ങൾ ഞാൻ പറയുന്നില്ലേ, നിങ്ങൾ ഈ ആത്മഹത്യ ചെയ്യാൻ കാണിക്കുന്ന ധൈര്യമില്ലേ, അത്രയും ധൈര്യം വേണ്ട. ഈ പാരൻസും നമ്മൾ അവിടെ തിരിച്ച് പോയി നിൽക്കുമ്പോൾ അവരിങ്ങനെ പറയും തിരിച്ചു പോ, അവൻ വിളിക്കുകയല്ലേ, നിൻ്റെ ജീവിതത്തെക്കുറിച്ച് ആലോചിക്കണ്ടേ, അവരെന്ത് പറയും, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. കുറച്ച് കാലം പറയും നെവർ മൈൻഡ്. മറ്റത് കേട്ടിട്ട് നെവർ മൈൻഡായിട്ട് ഇരിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ, അത്രയും കാലം പറ്റിയിട്ടുണ്ടെങ്കിൽ, ഈ നമ്മുടെ പാരൻസ് പറയുന്നത് കേൾക്കാണ്ടിരിക്കുക. കുറച്ച് കാലം അവർ പറയും, അത് പറഞ്ഞു കഴിഞ്ഞിട്ട് അവർ തന്നെ അടങ്ങിക്കോളും, അവർ മതിയായിക്കോളും. പിന്നെ അവർ നമ്മളെ കൂടെ നിന്നോളും. ശരിക്കും ഞാൻ പറയാം, നല്ല പാരൻസ് ആണെന്നുണ്ടെങ്കിൽ ആദ്യമൊക്കെ പറയാം, അത് കഴിഞ്ഞിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പിന്നെ ദേ വിൽ അക്സെപ്റ്റ്. പിന്നെ നമ്മളടുത്ത് അവർ കൂടുതൽ ഫൈറ്റ് ചെയ്യാൻ വരത്തില്ല. അപ്പോൾ ഈ ആത്മഹത്യയിലേക്ക് പോകുന്ന ധൈര്യത്തിൻ്റെ അതിൻ്റെ പാതി മതി എന്നാണ് പറയണേ. ഞാൻ അതിന് ഒന്ന് ചിന്തിച്ച് നോക്കൂ കുഞ്ഞുങ്ങളെ, നമുക്ക് ജീവിക്കുക, ആത്മഹത്യയല്ല. ഏതെങ്കിലും ഒരു ഭ്രാന്തിന് മുന്നിൽ അവസാനിപ്പിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. നമ്മൾ അവസാനിപ്പിച്ചെന്ന് പറഞ്ഞിട്ട് അവരുടെ ലൈഫ് ഇല്ലാണ്ടാവണില്ല, അവന്മാർ പിന്നെയും ജീവിക്കും. ചിലപ്പം കുറേ കാലം കഴിഞ്ഞ് ഇതെല്ലാവരും മറന്നു കഴിയുമ്പോൾ ഇവരൊക്കെ വേറെ കല്യാണം കഴിച്ചിട്ട് പിന്നെ ഒരു ലേഡി ഇതുപോലെ ഒരു സ്റ്റേജിൽ കൂടെ കടന്നു പോയിക്കൂടായികയുണ്ടോ? അപ്പോൾ നിങ്ങൾ കാണിക്കേണ്ടത് ഇതല്ല, just break that damn relationship and come out of it. And if you have a kid, അതിനെയും കൂടെ സേവ് ചെയ്യുക അതെന്ന്. കാരണം ആ റിലേഷൻഷിപ്പിൽ കിടന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതുങ്ങളും സ്ട്രഗിൾ ചെയ്യാനാണ് പോകുന്നത്. അപ്പോൾ പുറത്ത് വരിക, ജീവിക്കുക. ആൻഡ് ഫോർ ദോസ് പീപ്പിൾ ലൈക്ക് പാരൻസ്, ഫാമിലി, റിലേറ്റീവ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിനൊക്കെ അഗെയിൻസ്റ്റ് നിൽക്കുന്നവർ വരുമ്പോൾ, നിങ്ങളുടെ കുഞ്ഞുങ്ങൾ ഹാപ്പി ആയിട്ട്, നിങ്ങൾ തവിട് കൊടുത്ത് വാങ്ങിയതൊന്നും അല്ലല്ലോ അല്ലേ? പെൺകുട്ടികളായി പോയത് കൊണ്ട് മാത്രം ഏവൻ്റെയെങ്കിലും ഭ്രാന്തിന് മുന്നിൽ നിന്നു കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം ഞാൻ ഇതുപോലുള്ള കാര്യങ്ങളെക്കുറിച്ച് ഞാൻ സംസാരിക്കുമ്പോൾ പൊതുവേ ഞാൻ കേൾക്കുന്ന കാര്യമുണ്ട്, നിനക്കൊക്കെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് വരുമ്പോൾ നീയൊക്കെ പഠിച്ചോളും, അപ്പോഴേ എൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഞങ്ങളുടെ അവസ്ഥ നിനക്ക് മനസ്സിലാവുള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ പൊതുവെ കേൾക്കുന്ന കാര്യമാണ്.
ആയിരിക്കാം. നാളെ ഞാൻ വയസ്സായി എനിക്കൊരു ഇതാകുമ്പോൾ ഞാനും, അതാ ഞാൻ പറയുന്നത്, നമ്മളെല്ലാവരും സെൽഫിഷാണ്. അപ്പോൾ ഞാൻ പറയുന്നത് the person who is struggling, he or she has to have that courage to stand on their feet. അവരുടെ സ്വന്തം കാലിൽ നിൽക്കാനും ജീവിക്കാനുള്ള ധൈര്യം കാണിക്കേണ്ടതും ആ സഫർ ചെയ്യുന്ന ആളാണ്. പിന്നെ ഞാൻ പറയാം, ഇതിലൊക്കെ ഏറ്റവും കൂടുതലും ഫ്രണ്ട്സിനൊരു വലിയ റോളുണ്ട്. പല കാര്യങ്ങളും നമ്മുടെ പാരൻസിന് മനസ്സിലാക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമ്മുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള നമ്മുടെ ഫ്രണ്ട്സിന് അത് മനസ്സിലാക്കാൻ പറ്റുന്നത്, ക്ലോസ് ഫ്രണ്ട് ഉണ്ടെങ്കിൽ സംസാരിക്കുക, തുറന്ന് സംസാരിക്കുക. ഫ്രണ്ട്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ വോണ്ട് തിങ്ക് അബൌട്ട് നിങ്ങളെക്കുറിച്ച് മാത്രമേ അവർ ചിന്തിക്കുകയുള്ളൂ, മറ്റുള്ളവരെ കുറിച്ച് ചിന്തിക്കാൻ പോകത്തില്ല. നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന് പറഞ്ഞു തരാൻ നിങ്ങളുടെ അതേ ഏജ് ഗ്രൂപ്പിലുള്ള നിങ്ങളുടെ ആ ഫ്രണ്ട്സിന്, നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ഫ്രണ്ടിന് പറ്റും. ലിസൺ ടു ദം. എനിക്ക് സത്യം ഐ എം സോ ഡിസപ്പോയിൻറ്റഡ്. എന്ത് നല്ല തങ്കപ്പെട്ട കുട്ടികളായി ഈ മരിച്ച 2 പെൺകുട്ടികളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കി. നല്ല രീതിയിലൊരു ജീവിതം എല്ലാവർക്കും ഉണ്ടായിപ്പോയാൽ അതിനെക്കുറിച്ച് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. സോ എനിക്ക് പറയാനുള്ളത്, ജീവിക്കാൻ ധൈര്യം കാണിക്കൂ. ഇനി ഇങ്ങനെയുള്ള ന്യൂസുകളൊന്നും കേൾക്കാൻ ഇടവരാതിരിക്കട്ടെ എന്ന് സത്യം ഹൃദയം കൊണ്ട് ഞാൻ ആഗ്രഹിച്ചു പോവാണ്. ഓരോ പെൺകുട്ടികൾ ഇങ്ങനത്തെ സ്റ്റേജിൽ കൂടെ കടന്നു പോകുന്ന കാണുമ്പോൾ ഇറ്റ്സ് ഹേർട്ടിങ്. ലൈക്ക് ആസ് എ ലേഡി എനിക്ക് അത് ഭയങ്കര വിഷമമാണ് എനിക്കത് കേൾക്കുമ്പോൾ. എന്തൊക്കെയാണ് ആ കുട്ടികൾ അനുഭവിക്കുന്നേ, എന്തിനാ അവരിങ്ങനെയൊക്കെ സഫർ ചെയ്തേ. വാട്ട് എവർ ഹാപ്പൻഡ് ഇസ് ഹാപ്പൻഡ്. ഇനിയൊരു പെൺകുട്ടിക്ക് ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് മാത്രം ഞാൻ ആഗ്രഹിക്കുന്നു. ആൻഡ് യാ